2 വർഷത്തെ തുടർച്ചയായ ബോംബാക്രമണങ്ങൾക്കും കരയാക്രമണങ്ങൾക്കും ശേഷം 2025 ഒക്ടോബർ 9 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലാണ് ഗസയിലെ സമാധാന പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത്. 20 ദിന സമാധാന പദ്ധതിയിലെ പ്രധാന ഉറപ്പുകളിലൊന്ന് ഗസയിൽ നിന്നുള്ള ഇസ്രായേലിന്റെ ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റമായിരുന്നു. എന്നാൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഗസ മുനമ്പിൽ ഇസ്രായേലി സൈന്യം അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. എന്താണ് ഗസയിലെ ഇസ്രായേൽ പദ്ധതി? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മഞ്ഞവര എന്ന സാങ്കല്പിക താൽക്കാലിക രേഖയ്ക്ക് പിന്നിലേക്ക് ഇസ്രായേൽ സൈന്യം മാറണമെന്ന വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു ഗസയിലെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം. അപ്പോഴും പ്രദേശത്തിന്റെ 58% നിയന്ത്രണം നിലനിർത്താൻ ഇസ്രായേലിനെ അനുവദിച്ചുകൊണ്ടായിരുന്നു ആ പിന്മാറ്റം. പിന്നീട് ഘട്ടങ്ങളായി ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്നും കരാർ നിഷ്കർഷിച്ചിരുന്നു. എന്നാൽ മഞ്ഞവരയ്ക്കപ്പുറത്തേക്കുള്ള പിന്മാറ്റം പോലും ഇതുവരെ കൃത്യമായി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സമാധാന കരാർ നിലനിൽക്കെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ ഏകദേശം 11% ഇസ്രായേൽ വർദ്ധിപ്പിച്ചത്. അതായത് ഗസയുടെ ഏകദേശം 70% കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴും ഇസ്രായേലാണെന്നർത്ഥം. മാർച്ചിലെ ഉപഗ്രഹ ഡേറ്റ അനുസരിച്ച് താൽക്കാലിക രേഖകളായി വ്യവസ്ഥ ചെയ്തിരുന്ന മഞ്ഞവരയ്ക്ക് സമീപം കുറഞ്ഞത് 32 സൈനിക ഔട്ട്പോസ്റ്റുകൾ, ഒരു ഗ്രൗണ്ട് ബാരിയർ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും ഇസ്രായേൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവ ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഗസയിലെ മനുഷ്യർക്കുള്ള സഹായങ്ങളുടെയും മറ്റവശ്യ വസ്തുക്കളുടെയും വിതരണവും ഇസ്രായേൽ നിയന്ത്രിക്കുന്നു. എന്തിനേറെ, മഞ്ഞവര കടന്നുവെന്നൊക്കെ ആരോപിച്ച് വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഇസ്രായേൽ കൊന്നൊടുക്കിയത് 922 നിരപരാധികളെയാണ്. ഇപ്പോഴിതൊക്കെ എന്തുകൊണ്ട് വീണ്ടും പറയുന്നു എന്നാണെങ്കിൽ അതിന് കാരണം അടുത്തിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നടത്തിയൊരു പ്രഖ്യാപനമാണ്. ഗസയിലെ കൂടുതൽ പ്രദേശം ഏറ്റെടുക്കാൻ ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ പ്രസ്താവന. പടിപടിയായി നാനാദിക്കിൽ നിന്ന് ഗസയെ വരിഞ്ഞു മുറുക്കി സമ്പൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിന് കീഴിലാക്കാനാണ് നെതന്യാഹുവിന്റെ പദ്ധതി. ഗസ മുനമ്പിന്റെ മുഴുവൻ ഭാഗത്തും സ്ഥിരമായ ഫലപ്രദമായ നിയന്ത്രണം സ്ഥാപിക്കുകയാണ് ഇസ്രായേലിന്റെ ആത്യന്തിക പദ്ധതി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതെല്ലാം എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇതെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്ത് ജീവിതം ദുസ്സഹമാക്കുക വഴി ഗസയിലെ ജനങ്ങളെ പലായനത്തിന് നിർബന്ധിതരാക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഗസയിലെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നവർക്കുള്ള കുടിയേറ്റ പദ്ധതികൾ നേരത്തെ തന്നെ ഇസ്രായേലും അമേരിക്കയും പ്രഖ്യാപിച്ചതിനെ ഇതിനോട് ചേർത്ത് വേണം വായിക്കാൻ. ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷം വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണിത്. ഗസയിലെ ജനങ്ങളെ സ്വമേധയാ പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുക, അതുവഴി അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് ന്യായീകരണങ്ങൾ ചമയ്ക്കാനാകുമെന്നും അവർ കണക്കുകൂട്ടുന്നു. ആത്യന്തികമായി ഗസയിലെ തനത് ജനവിഭാഗത്തിന്റെ വംശീയ ഉന്മൂലനമാണ് സയനിസ്റ്റ് ഭരണകൂടം ഇതിലൂടെയെല്ലാം ലക്ഷ്യമിടുന്നത് എന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ഇറാനിലെ യുദ്ധത്തിലാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുഴുവൻ ശ്രദ്ധയും, ഒപ്പം ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിലും. ഈ അവസരമാണ് ഇസ്രായേൽ മുതലെടുക്കുന്നത്. ഇനിയും ആഗോള ശ്രദ്ധ ലഭിച്ചില്ലെങ്കിൽ സമീപഭാവിയിൽ തന്നെ ഗസ എന്നത് ഫലസ്തീൻ ജനത മുക്ത മുനമ്പായി മാറിയേക്കുമെന്ന ആശങ്കയും നിരീക്ഷകർ പങ്കുവയ്ക്കുന്നു.